അളി എന്താ ഓട്ട മത്സരം ഇങ്ങനല്ലല്ലോ ജോഗിങ്. ആ ജോഗിങ്ങിന് മിനിമം സ്പീഡൊക്കെ വേണോടാ. ഇങ്ങനെ എനിക്ക് ശ്വാസം മുട്ടണ്. മെതുവാ ഇവിടെ എങ്ങനെ നിന്നാലാ? അയ്യോ അപ്പൊ നമ്മൾ ഇത്രയും നേരം ഓടിയത് കൊണ്ട് നമ്മുടെ ബോഡിക്ക് ഇപ്പൊ അത്യാവശ്യം വാമപ്പ് ഒക്കെ കിട്ടിയിട്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് എക്സസൈസിലേക്ക് കിടക്കാം. ഓക്കെ എന്നാ സാർ എന്തിനാ തിരുവാതിര കളിക്കാൻ പോണോ? അല്ല, ഞാൻ ദുബായിലുള്ള എന്റെ ട്രെയിനറിനെ ഒന്ന് സ്മരിച്ചതാ. അപ്പൊ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? എന്റെ ട്രെയിനിങ് രീതി ഇച്ചിരി കർശനമായിരിക്കും. എല്ലാരും കൂടെ കട്ടക്ക് പിടിച്ചോണം. 6 ദിവസം ആരംഭിക്കഴിഞ്ഞാൽ അടി. ഓക്കെ ഓക്കെ അപ്പൊ ലെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് ഹെഡ് റൊട്ടേഷൻ. 1 2 1 2. ഇനി ലെഫ്റ്റ് റൈറ്റ്. 1 2 1 2. ഇനി കൈ. 1 അളിയാ ചെയ്യടാ. 1 2 ബാക്കോട്ട് 1 2. ഇനി റൊട്ടേഷൻ. 1 2 1 2. ഇനി ഇത് 1 2. ഓക്കെ ഇനി നമുക്ക് ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്യാം. വയർ റൊട്ടേറ്റ് ചെയ്യണേ. ഹിപ്പ് ഹിപ്പ് ഇത് തന്നെ ചെയ്തോ. 1 2 തിരിച്ച്. 1 2. ഇനി നെക്സ്റ്റ് ഇത്. കേശു ഒന്ന് ചെയ്തേ. എന്താ ഇതൊന്നും ചെയ്ത് കാണിച്ചില്ലാറേ. ഒന്ന് ചെയ്തേ. 1 2 1 2 അങ്ങോട്ടാ ആന്റി. 2 1 2 ആയില്ലേ? ഇനി ഇവിടെ റൊട്ടേഷൻ കൊടുക്കാം. 1 2 1 2 മൊത്തം ഓടിയിട്ടെ ചെയ്യാനാണ്. 2 1 2 ചേച്ചി 1 2 എനർജി 2 ഓക്കെ ഓക്കെ മതി. അപ്പർ പാർട്ടി ഇപ്പൊ ഏകദേശം നമ്മുടെ നനങ്ങിയിട്ടുണ്ട്. എൽബോ നനങ്ങിയതാ. അത് കുഴപ്പമില്ല. ഇനി നമുക്ക് കീപ്പോട്ട് പോവാം. കീപ്പോട്ട് ലോവർ ബോഡി ലെഗ്സ് സ്പ്രെഡ്. ലെഗ് സ്പ്രെഡ് മാക്സിമം പിടി. ഇത് ഇച്ചിരി സൂക്ഷിച്ചും കണ്ടും ചെയ്യണം. എനിക്ക് ഓക്കെയാണ്, നിങ്ങൾക്ക് ചിലപ്പം പറ്റിയെന്ന് വരില്ല. അപ്പൊ നോക്കിയും കണ്ടും ചെയ്യണം. ഓക്കെ 1 2 1 അയ്യോ 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 മസിൽ പിടിച്ച് തോന്നിട്ട് ഇവിടെ മസിൽ പിടിച്ച് അടിയാ പിടിയാണ്. എണീപ്പിക്ക്. അയ്യോ അങ്ങനെ നമ്മള് തിരുമ്മി വിടണം. തിരുമ്മിയാ മതി. അതന്നെ തിരുമ്മി ഒടച്ചു വിടണം, അല്ലെങ്കിൽ ആ മസിൽ അവിടെ കയറി ഇരിക്കും. ഒന്നാമത് ഇഷ്ടംപോലെ ഏരി കിടക്കണ്. പയ്യെ പയ്യെ പോട്ട്. കുറച്ചു നേരം വേദന ഉണ്ടോ? അത് കഴിയുമ്പോ മാറിക്കോളും. അതെ 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 തിരുമ്മി കൊടുക്കടാ. തിരുവണം കാലിൽ വെക്കാന്. സിദ്ധു ഇപ്പൊ എന്ത് തോന്നണു? ദുബായി തന്നെ നിന്നാ മതിയായിരുന്നു തോന്നുന്നു. ഇങ്ങോട്ട് വന്നത് അബദ്ധമായി തോന്നുന്നു. സിദ്ധു എവിടെ നിന്നാലും സംഭവിക്കാനുള്ളത് എന്തായാലും സംഭവിക്കും. ഇത് സംഭവിച്ചതല്ലോ, ഇത് സംഭവിപ്പിച്ചതല്ലേ. പാറൂസേ, എനിക്കൊരു കയ്യബദ്ധം പറ്റിയതല്ലേ. കയ്യബദ്ധല്ല, കാലബദ്ധം.
സിധു ഹോസ്പിറ്റലിൽ പോലാമാ? അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന്, ഇത് കുറച്ച് കിടന്ന ഇമ്മ മാറിക്കോളും. ആ അളിയാ, നിനക്ക് ഞാൻ കിടന്ന് കാണാൻ ഭയങ്കര താല്പര്യമല്ലേ? എന്തൊക്കെയായിരുന്നു ഇന്റർനാഷണൽ ട്രെയിനർ, പിന്നെ മത്സരത്തിൽ ഇറങ്ങാൻ ഓഫർ, പിന്നെ 30 കിലോ വെയിറ്റ് എടുത്ത് മുതലത്ത് വെച്ചിട്ട് പുഷപ്പ്. മനുഷ്യന്റെ കാര്യം ഇത്രേ ഉള്ളല്ലേ? അപ്പൊ ഇന്നത്തെ വർക്കൗട്ടിന്റെ കാര്യം ഗോവിന്ദ. കുഴപ്പമില്ല, അതിന്റെ കാൾ റെഡിയായി നമുക്ക് നാളെ കൂടെ ഇറങ്ങാമല്ലോ. ഞാൻ ഇനി കുറച്ച് നാളത്തേക്കില്ല, പയ്യേ. അളയാ, ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടാ. സംശയങ്ങൾ നല്ലതാണ്, ചോദിക്ക്. ആടാ, ഉള്ള കാര്യം പറയാവൂ. ആടാ അളയാ, അളയന് ശരിക്കും ഇതില് വലിയ വശമുണ്ടോ? എന്താണ് അങ്ങനെയൊക്കെ ചോദിക്കുന്നത്? എനിക്ക് നല്ല ധാരണ ഇതിനെ കുറിച്ചൊക്കെ. ഉള്ളവരെ ഉള്ള പോലെ പറയണം, അല്ലെങ്കിൽ അമ്മച്ചാണ് ദുബായിലുള്ള ഫ്രണ്ട്സിനെ നമ്മൾ ചോദിക്കും. ദുബായിലുള്ള ഫ്രണ്ട്സിനെ വിളിച്ചു ചോദിക്കുന്നു, ഷുവറാ? 100%. എങ്കിൽ പിന്നെ ഉള്ളത് പറയാല്ലേ. ദുബായിൽ എന്റെ ഫ്ലാറ്റിൽ നിൽക്കുന്ന കൂട്ടുകാർ രാവിലെയും വൈകിട്ടും ഒക്കെ വർക്കൗട്ടിന് പോവും. അപ്പൊ അവരീ കാണിക്കുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ ജോലി കഴിഞ്ഞ് വന്നിട്ട് 4 നേരം ഭക്ഷണം കഴിച്ചിട്ട് ഉറക്കം തന്നെയാണ് അവിടെ പരിപാടി. പക്ഷെ ഇതാണ് പറയണത്, വയ്യാത്ത വെട്ടി കയ്യാലേറിയ ഇങ്ങനെ ഇരിക്കുമെന്ന്. എന്നെ പട്ടിന്ന് വിളിച്ചോ? അങ്ങനെ ഫീൽ ചെയ്തോ? ഏതാള് കയ്യലപ്പുറത്ത് കയറാൻ പോയിട്ടല്ലേ, കുഴപ്പമില്ല. അപ്പൊ ഈ സീസണിലെ വർക്കൗട്ട് സെക്ഷൻ മൊത്തത്തിൽ പൊളിഞ്ഞ്. തടി കുറയ്ക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പോയതാ. ഇനി അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തീറ്റോട്ട് കുറയ്ക്കാനും പറ്റത്തില്ല. ഇനി എന്ത് ചെയ്യും? നീ എന്ത് ചെയ്യും? കഴിക്കാൻ. ஷோ, நான் ஒல்லி ஆனா ரொம்ப அழகா இருக்கும்னு நம்ம லட்சுமி பாலசுப்ரமணியம் எப்பவும் சொல்லும். ஓரோ வாட்டி மதுரைக்கு போகும்போது நான் சொல்லுவேன், அடுத்த வாட்டி வரும்போது நான் ஒல்லியா வருவேன். ഇനി ഞാൻ என்ன செய்வேன்? ആന്റി ഒരു കാര്യം ചെയ്യും, വെയിലത്തെ ടാറിട്ട റോഡിൽ പോയിട്ട് അങ്ങ് കിടക്ക്. അതാകുമ്പോ ഉണക്കമത്തി പോലെ അങ്ങ് ആയിക്കോളും. நிஜமா? കരിവാട് പോലെ ആവുന്നത്. പിന്നെ ഇച്ചിരി തേങ്ങ അരച്ച് മാങ്ങിയിട്ട് വെച്ചാ മതി. സിദ്ധോ, അല്ല, അളയെ ഇത്രയും കരഞ്ഞോളം നിലവിളിച്ചിട്ടും അമ്മൂമ്മയോടൊപ്പം കിടക്കണ്. ശരിയാണല്ലോ. അമ്മൂമ്മ, അമ്മാ, അമ്മമ്മേ, ട്രെയിനർ പടവായല്ലേ? നിങ്ങൾ എന്നെ കൊണ്ടുപോയില്ലെങ്കിലും എന്റെ ആരോഗ്യം ഞാൻ ശ്രദ്ധിക്കണമല്ലോ. രക്തയോട്ടം ഉണ്ടെങ്കിലേ പ്രസരിപ്പുണ്ടാവത്തുള്ളൂ. നിങ്ങളൊക്കെ നിർത്തിയല്ലോ അല്ലേ? ഞാൻ തുടങ്ങാൻ പോവാ. എന്റെ ചോനർത്തല ഭവാനി. എടോ, അത് താൻ തന്നെയാടോ. ചോനർത്തല ഭഗവതി. എന്റെ പയറ് ഓർത്തോലെ അമ്മടന്ന് ചാടുന്നു. അമ്മൂമ്മ പണ്ടത്തെ പുലിയെന്ന് പറയുന്നത് വെറുതെ അല്ല. കുറച്ചേ കായികാഭ്യാസങ്ങളൊക്കെ പഠിച്ച ചോനറത്തല തറവാട്ടിലെ ജനിച്ചവളാ ഞാൻ. കുറച്ചടവുകളൊക്കെ എനിക്കും അറിയാം. അമ്മൂമ്മ, കേക്കലെ സത്തമാ വിളി. അമ്മൂമ്മ, ആ അങ്ങനെ വിളി.